നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ചീഫ് ജസ്റ്റിസായി സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതോടെ BJPക്ക് വലിയ സന്തോഷമാണ്. ആർപ്പുവിളികളാണ് BJPയുടെ ക്യാമ്പിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ ചെറ്റത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു ചീഫ് ജസ്റ്റിസിനെയാണ് തങ്ങൾക്ക് കിട്ടിയതെന്ന് 101% ഉറപ്പുവരുത്തിയിട്ടാണ് BJP നേതാക്കൾ ഇപ്പോൾ ആർത്തട്ടഹസിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള വ്യാപകമായ പരാതികൾ പരിഹരിക്കേണ്ടത് ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. എന്നാൽ ഈ പരാതികളൊന്നും തന്നെ താൽക്കാലികമായി പരിഗണിക്കാൻ കഴിയില്ല. അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റ് പല കാര്യങ്ങളുമുണ്ട് എന്നാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നത് കൃത്യമായി പറഞ്ഞാൽ, വിശദമായി പറഞ്ഞാൽ അത് ഇന്ത്യ മുന്നണിക്ക് ഗുണകരമാകില്ല. ജുഡീഷ്യൽ സംവിധാനത്തെ വരിഞ്ഞു മുറുകുന്ന രീതിയിലുള്ള പല തോന്നിവാസങ്ങളും BJP സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വ്യക്തമായി. നമുക്കറിയാം, ബീഹാറിൽ SIR നടപടിയിലൂടെ അവിടെ അർഹതപ്പെട്ട വോട്ടുകൾ മുഴുവൻ റദ്ദാക്കപ്പെട്ട് RJDയെയും അതുപോലെ ഇന്ത്യ മുന്നണിയും തച്ചുടയ്ക്കാൻ BJP JDU കള്ളക്കളി അതിവ്യാപകമായാണ് നടന്നത്. പലയിടത്തും പോസ്റ്റൽ വോട്ടുകൾ എണ്ണപ്പെട്ടില്ല, അസാധുവാക്കി. അങ്ങനെ പല മണ്ഡലങ്ങളും BJP നേതൃത്വം ചുളിവിൽ ജയിച്ചു കൊണ്ടുപോയി. ഇതെല്ലാം പരാതിയായി സുപ്രീം കോടതിയിൽ ഇനി കെട്ടിക്കിടക്കും. ഇതൊന്നും പരിഹാരമില്ലാത്ത രീതിയിലേക്ക് ഇതിലൊന്നും കൃത്യമായ ഒരു നടപടി എടുക്കുകയോ ഇതിനകത്ത് വലിയ തോതിലുള്ള നീതി നിഷേധിക്കൽ ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നതെന്ന് സുവ്യക്തമാക്കുന്ന നടപടികളാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എടുക്കുന്നത്. നമുക്കറിയാം, വിടവാങ്ങിയ അല്ലെങ്കിൽ പടിയിറങ്ങിയ ചീഫ് ജസ്റ്റിസായ BR ഗവായിൽ ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ BJP നേതൃത്വത്തിന് ഭയമായിരുന്നു. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താനും അദ്ദേഹത്തെ അവഹേളിക്കാനും BJP നേതൃത്വം പല രീതിയിലുള്ള വിശദീകരണ യോഗങ്ങൾ പല സ്ഥലത്തും ഉണ്ടാക്കിയെടുത്തു. എന്തിനധികം പറയുന്നു, സുപ്രീം കോടതിയെ ഏറ്റവും മോശമായി അവഹേളിച്ച ഗോദി മീഡിയ ചാനലിലെ ഒരു വ്യക്തിയാണ് അർണബ് ഗോസ്വാമി. സുപ്രീം കോടതി BJP നേതൃത്വത്തിൻ്റെ, കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആജ്ഞകൾ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ പടിയിറങ്ങി പോകൂ എന്ന് കോടതി അലക്ഷ്യം കേസ് വരെ അർണബ് ഗോസ്വാമിക്കെതിരെ എടുക്കേണ്ടതാണ്. നടക്കില്ല. ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഏകാധിപതിയായി വാണരുളുന്ന ഈ രാജ്യത്ത് സുപ്രീം കോടതിക്ക് എന്ത് വില? ചീഫ് ജസ്റ്റിസിനെ ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ചപ്പോഴേ ജനങ്ങൾക്ക് മനസ്സിലായി ഇതൊരു കോമഡി സെറ്റപ്പാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളെ, സുപ്രീം കോടതിയുടെ എല്ലാ രീതിയിലുള്ള കേസ് പരിഗണനാ ലിസ്റ്റുകളും BJP നേതൃത്വത്തിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി പരിഗണിക്കുന്ന ഒരു സ്ഥിതിഗതിയിലേക്കായി. ഇതിൽ പരം അധപ്പതിക്കേണ്ട സാഹചര്യമുണ്ടോ? പരിപൂർണമായി സുപ്രീം കോടതി അധപ്പതിച്ചിരിക്കുകയാണ്.